ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എൻ്റെ എല്ലാ അനിയന്മാരും അനിയത്തിമാരും ഗംഭീരമായി ഓണപ്പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുവാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നലെ നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ അടിപൊളിയായി തന്നെ പഠിച്ചെടുത്തു. അതിനകത്തുള്ള മുഴുവൻ കാര്യങ്ങളും എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ഡെറിവേഷൻസും നമ്മൾ ക്രാക്ക് ചെയ്തു. ഇനി അതിൽ നിന്ന് നിങ്ങൾ അറിയേണ്ട സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊത് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാൻ പോവുകയാണ്. ഒട്ടും ലേറ്റ് ആക്കുന്നില്ല, ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാൻ പോവുകയാണ്. ഇന്നലത്തെ ലൈവ് കാണാത്തവരാണെങ്കിൽ ഉറപ്പായും ലൈവ് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. എങ്കിലേ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായി തന്നെ തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. റൈറ്റ്, മുന്നോട്ട് പോയാലടാ, ഒട്ടും ലേറ്റ് ആക്കുന്നില്ല, വാടാ. സോ ആദ്യത്തെ ചോദ്യം വളരെ സിമ്പിളായ വളരെ നിസ്സാരമായ ഒരു ചോദ്യമാണ്. ഡിഫൈൻ കറണ്ട് ഡെൻസിറ്റി. എന്താണ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ? അതൊരു സ്കേലാർ അല്ലെങ്കിൽ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇതിലേതാണ് കറണ്ട് ഡെൻസിറ്റി? അതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണോ അതോ വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ? പിന്നെ കറണ്ട് ഡെൻസിറ്റി ഓറിയന്റഡ് ആയ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കറിയാം എന്താണ് മക്കളെ കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ കറണ്ട് ഫ്ലോയിങ് നോർമൽ പെർ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയ്ക്ക് നോർമലായിട്ട് ഒഴുകുന്ന കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുക. ഇക്വേഷൻ ഓർമ്മയുണ്ടല്ലോ, J = I/A. ഇന്നലെ പഠിച്ചാണ്. കറണ്ട് പെർ യൂണിറ്റ് ഏരിയ, കറണ്ട് വിച്ച് ഈസ് ഫ്ലോയിങ് നോർമൽ പെർ യൂണിറ്റ് ഏരിയ ഈസ് ടേംഡ് ആസ് കറണ്ട് ഡെൻസിറ്റി. ഇന്നലെ അടിപൊളിയായിട്ട് പഠിച്ച കാര്യമാണ്, ശരിയല്ലേ? ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് എന്ന കാര്യം കൂടി നമ്മൾ പഠിച്ചു. ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കി. അടുത്ത ചോദ്യം നോക്കണം. അതിൻ്റെ ഒരു ബി ക്വസ്റ്റ്യൻ ഉണ്ട്. അവർ ഏരിയ നമുക്ക് നൽകിയിട്ടുണ്ട് 10 മീറ്റർ സ്ക്വയർ, കറണ്ട് നൽകിയിട്ടുണ്ട്, കറണ്ട് ഡെൻസിറ്റി ആണ് പഠിക്കുന്നത്. സിമ്പിളായ ചോദ്യമാണ്, ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത ചോദ്യമാണ്. ശ്രദ്ധിക്കടാ, ഏരിയ എത്രയാണ്? ഏരിയ = 10 മീറ്റർ സ്ക്വയർ. കറണ്ട് എത്രയാണ്? കറണ്ട് = 5 ആംപിയർ. കറണ്ട് ഡെൻസിറ്റി കണ്ടുപിടിക്കാം. I/A ആണ് ഇക്വേഷൻ. 5/10 എന്ന് വരും. ആൻസർ 0.5 എന്ന് കിട്ടും, ശരിയല്ലേ? 0.5 യൂണിറ്റ് എന്താണ് മക്കളെ? കറണ്ട് ഡെൻസിറ്റിയുടെ എല്ലാവരും അറിഞ്ഞിരിക്കണം. കറണ്ട് പെർ ഏരിയ അല്ലടാ, അപ്പോൾ യൂണിറ്റ് എന്ത് വരും? ആംപിയർ പെർ മീറ്റർ സ്ക്വയർ എന്ന് വരും. എന്ത് കിട്ടും മക്കളെ? ആംപിയർ പെർ മീറ്റർ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയും. നിസ്സാരമായ ചോദ്യം, പഠിച്ചു വെക്കുക. ഡെഫിനേഷനൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറണ്ട് ഡെൻസിറ്റിയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും സ്ലൈഡിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് ഒന്ന് കണ്ടു നോക്കിക്കോ. റൈറ്റ്, അടുത്ത ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് പോസിറ്റീവ് ഫോർ ഡാഷ്. എന്താണ് മക്കളെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഇന്നലെ പഠിച്ചു ആൽഫ, ശരിയല്ലേ? ആൽഫ നമ്മൾ പഠിച്ചില്ലേ? ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് ആൽഫ എന്ന് പറഞ്ഞു പഠിച്ചു. അതിൻ്റെ ഡെറിവേഷൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നു. സിമിലാവേ അതുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കലും ഇന്നലെ ക്രാക്ക് ചെയ്തിരുന്നു, ഓർമ്മയില്ലേ? യെസ് ഫൈൻ. സോ ആൽഫ ഏതൊക്കെ മെറ്റീരിയൽസിനാണ് പോസിറ്റീവ് എന്നാണ് ചോദ്യം. നമുക്കറിയാം എപ്പോഴാണ് ആൽഫ പോസിറ്റീവ് ആവുക? ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ ആൽഫ പോസിറ്റീവ് ആണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുകയാണെങ്കിൽ ആൽഫ നെഗറ്റീവ് ആയിരിക്കും, ശരിയല്ലേ? സോ ഏതൊക്കെ മെറ്റീരിയൽസിനാണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുക? അത് മെറ്റൽസിനും അതുപോലെ തന്നെ അലോയ്സിനുമാണ്, ശരിയല്ലേ? യെസ്. സോ ആർക്കൊക്കെയാണ് മക്കളെ ആൽഫ പോസിറ്റീവ്? മെറ്റൽസ് ആൻഡ് അലോയ്സ്. ഇവർക്ക് രണ്ടുപേർക്കുമാണ് ആൽഫ എന്തായിരിക്കുക? പോസിറ്റീവ് ആയിരിക്കുക. അലോയ്സിന് സ്ലൈറ്റ്ലി പോസിറ്റീവ് ആണ്, കാരണം ആ ഗ്രാഫ് നിങ്ങൾക്കറിയാം വലിയ രീതിയിലല്ല, സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയിരിക്കും അലോയ്സിൻ്റെ കേസിൽ. റൈറ്റ്, അടുത്ത താഴെ നൽകിയിരിക്കുന്ന ഗ്രാഫുകൾ ഏതൊക്കെ മെറ്റീരിയൽ അടിസ്ഥാനത്തിലുള്ള ഗ്രാഫുകളാണ്? ഐഡന്റിഫൈ ചെയ്യുക. ഇത് ഏതിൻ്റെയാണ് മക്കളെ? നോക്കടാ, ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിരിക്കുന്ന ഒരു ലൈനാണ് വരുന്നത്. ഇത് ഏതിൻ്റെ കേസാണ്? നമ്മൾ പഠിച്ചു. ആരാണത്? യെസ്, അലോയ്സ്. ഇത് അലോയ്സിൻ്റെ ഗ്രാഫാണ്. രണ്ടാമത്തെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയത് ആർക്കാണ്? റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുന്നത് ഏത് മെറ്റീരിയലിനാണ് മക്കളെ? യെസ്, സെമി കണ്ടക്ടർ. അത് സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിലാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുന്നത്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് ഇന്നലത്തെ ലൈവിൽ ഞാൻ പഠിപ്പിച്ചതാണ്, കൃത്യമായി തന്നെ മനസ്സിലാക്കുക കേട്ടോ. അടുത്തതിലോട്ട് കിടക്കാം. വാട്ട് യു മീൻ ബൈ ഡ്രിഫ്റ്റ് വെലോസിറ്റി? എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി? അതുപോലെ തന്നെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഇലക്ട്രിക് കറണ്ടും തമ്മിലുള്ള റിലേഷൻ, ആ ഇക്വേഷൻ എഴുതുക. റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് ഇലക്ട്രിക് കറണ്ട്. ആദ്യം എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി നോക്കിയാലോ? വളരെ സിമ്പിളാണ്. നമ്മളൊരു കണ്ടക്ടറിലോട്ട് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയെന്ന് വിചാരിക്കുക. സോ ഇതൊരു സെല്ല് ഉപയോഗിച്ചാണ് ഞാൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നത്. സോ പി എന്ന് പറയുന്ന ടെർമിനലിന് പോസിറ്റീവ് ചാർജ് കിട്ടും, ക്യൂ എന്ന് പറയുന്ന എൻഡിന് നെഗറ്റീവ് ചാർജാണ് കിട്ടുക. നമുക്കറിയാം ഈ കണ്ടക്ടറിനകത്തെല്ലാം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്. സോ ഈ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ഏത് എൻഡിലോട്ടാണ് മൂവ് ചെയ്യുക? നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ഉറപ്പായിട്ടും പോസിറ്റീവ് സൈഡിലോട്ടല്ലേ മക്കളെ മൂവ് ചെയ്യുക? പോസിറ്റീവ് സൈഡിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. നോക്കടാ, ഇലക്ട്രോൺസ് എല്ലാം പോസിറ്റീവ് സൈഡിലോട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ മൂവ് ചെയ്യപ്പെടുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക. ഇലക്ട്രോൺസ് എല്ലാം എങ്ങോട്ടാണ് മക്കളെ ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുക? പോസിറ്റീവ് എൻഡിലോട്ടാണ് ഇലക്ട്രോൺസ് എല്ലാം മൂവ് ചെയ്യപ്പെടുക. സംശയമില്ലല്ലോടാ? ഇല്ല എന്ന് വിശ്വസിക്കുന്നു. സോ ഇത്തരത്തിൽ നമ്മളൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ഒരു കണ്ടക്ടറിനകത്തുള്ള ഇലക്ട്രോൺസ് എല്ലാം
പോസിറ്റീവ് ടെർമിനലിലോട്ട് മൂവ് ചെയ്യപ്പെടും. സോ ഇവയ്ക്ക് ലഭിക്കുന്ന ഒരു അഡീഷണൽ ആവറേജ് വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുക. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. പക്ഷേ ഇവിടെയുള്ള ഇലക്ട്രോൺസ് എല്ലാം മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഒരു കണ്ടക്ടറിലോട്ട് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ആ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആ കണ്ടക്ടറിനകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസ് എല്ലാം മൂവ് ചെയ്യും. സോ അവയ്ക്ക് ലഭിക്കുന്ന ഒരു അഡീഷണൽ ആവറേജ് വെലോസിറ്റിയാണ് നമ്മൾ എന്ത് പറയുക? ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുക. കൃത്യമായി പഠിച്ചു വെക്കുക. വെരി 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 ഇമ്പോർട്ടൻറ്റ് പരീക്ഷകളിലൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. അടുത്തത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഇലക്ട്രിക് കറണ്ട് നമ്മളുടെ റിലേഷൻ നമുക്കറിയാലോ. I = NAEVD. നമ്മൾ ഇന്നലെ ഒരു കോഡ് പഠിച്ചു. എന്നെ വിടൂ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ച ഡെറിവേഷൻ്റെ ഫൈനൽ ആൻസർ ആണ്. ഇതേ ചോദിക്കാറുള്ളൂ. പൊതുവേ ഡെറിവേഷൻ ഒന്നും ബോർഡ് എക്സാമിന് ചോദിച്ച് കാണാറില്ല. പക്ഷേ ഓണപരീക്ഷ എന്ന് പറഞ്ഞാൽ ടീച്ചർമാരിടുന്ന ചോദ്യപേപ്പർ ആയതിനാൽ തന്നെ ഇതൊക്കെ ഒന്ന് പഠിക്കേണ്ടതാണ്. അവർ എല്ലാ രീതിയിലും ചോദ്യങ്ങളിടാം. സ്ഥിരമായി ചോദിക്കുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിനപ്പുറം അവർക്ക് കൺവീനിയൻ്റ് ആയ ചോദ്യങ്ങൾ കൂടി ടീച്ചേഴ്സ് മേ ബി ഇടാം. സോ അതിനാൽ തന്നെ ഇതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഡെറിവേഷനും ഞാൻ ലൈവിൽ പറഞ്ഞു തന്നു, അതും പഠിച്ചു വയ്ക്കുക കേട്ടോ. അടുത്ത മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്. എന്താണ് മക്കളെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ? പഠിച്ചതല്ലേ? ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മൊബിലിറ്റിയാണ്. യെസ്, ഇറ്റ് ഈസ് മൊബിലിറ്റി. മൊബിലിറ്റി നമ്മൾ പഠിച്ച കാര്യമാണ്. മൊബിലിറ്റിയുടെ യൂണിറ്റും ഡയമെൻഷനും എല്ലാം നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് അല്ലേ? റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് റിലാക്സേഷൻ ടൈം. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും റിലാക്സേഷൻ ടൈമും തമ്മിലുള്ള ബന്ധം എന്താണ്? ആ ഇക്വേഷൻ ഓർമ്മയില്ലേ? VD = -EE/m × τ. VD ആണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി, ടോ ആണ് റിലാക്സേഷൻ ടൈം. സോ ഇവ തമ്മിലുള്ള റിലേഷൻ ഈ ഒരു ഇക്വേഷനാണ്. ഇത് പഠിച്ചു വയ്ക്കുക. ഇതിൻ്റെ ഡെറിവേഷനും ഇന്നലെ പഠിപ്പിച്ചു. ഇതെല്ലാം ഇന്നലെ പഠിപ്പിച്ചു എന്ന് ഓർമ്മപ്പെടുത്താനുള്ള കാരണം ആ ലൈവ് നിങ്ങൾ കാണണം എന്ന് തന്നെയാണ്. കാരണം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഓൾമോസ്റ്റ് ഒരു 3 മണിക്കൂറിൻ്റെ കംപ്ലീറ്റ് റിവിഷൻ പാക്കേജാണ്. അതാരും തന്നെ മിസ്സാക്കരുത് കേട്ടോ. അടുത്ത ഓംസ് ലോ ഈസ് നോട്ട് യൂണിവേഴ്സൽ ലോ. എന്തുകൊണ്ടാണ് ഓംസ് ലോ യൂണിവേഴ്സൽ ലോ അല്ലാത്തത്? നമുക്കറിയാം, ഓംസ് ലോ ഒബേ ചെയ്യുന്ന മെറ്റീരിയൽസിനെ ഓമിക് കണ്ടക്ടേഴ്സ് എന്നാണ് പറയുക. എന്നാൽ സർട്ടൻ മെറ്റീരിയൽസ് ഓംസ് ലോ ഒബേ ചെയ്യാറില്ല. ദേ ആർ നോൺ ഓമിക്. അവയുടെ VI ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ലീനിയർ അല്ല, നോൺ ലീനിയർ ആണ്. ഉദാഹരണം ആരൊക്കെയാണ്? ഉദാഹരണം PN ജംഗ്ഷൻ ഡയോഡ്, അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം സെമി കണ്ടക്ടേഴ്സ്. ഇവയൊന്നും ഓംസ് ലോ ഒബേ ചെയ്യാറില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. സോ അതിനാൽ തന്നെ ഓംസ് ലോ എല്ലാ കേസിലും നമുക്ക് അപ്ലിക്കബിൾ അല്ല. എല്ലാ മെറ്റീരിയൽസിലും ഓംസ് ലോ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഓംസ് ലോ എന്തല്ല എന്ന് പറയുന്നത്? യൂണിവേഴ്സൽ അല്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ ലോ ആണെങ്കിൽ നമുക്ക് എല്ലാ വസ്തുക്കളിലും അപ്ലൈ ചെയ്യാം. പക്ഷേ ഓംസ് ലോ എല്ലാ വസ്തുക്കളിലും അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ദർ ആർ സർട്ടൻ മെറ്റീരിയൽസ് വിച്ച് ഡസ് നോട്ട് ഒബേ ഓംസ് ലോ. ക്ലിയർ അല്ലേ? അതുകൊണ്ടാണ് ഓംസ് ലോ യൂണിവേഴ്സൽ അല്ലാത്തത് കേട്ടോ. ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് ഡാഷ്. എന്താണ് മക്കളെ റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ? അത് കണ്ടക്ടിവിറ്റിയാണ്. സിഗ്മ = 1/ρ ആണ്. അതിൻ്റെ യൂണിറ്റ് വരുന്നത് ഓം പവർ ഓഫ് -1 മീറ്റർ പവർ ഓഫ് -1 ആണെന്ന് പഠിച്ചു വയ്ക്കുക. ഓം പവർ ഓഫ് -1 മീറ്റർ പവർ ഓഫ് -1 ആണെന്ന് പഠിച്ചു വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്തതിലോട്ട് കിടക്കാം മക്കളെ. നെക്സ്റ്റ് വണ്ണിലോട്ട് കിടക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്തത് ഡിഫൈൻ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ. നമ്മൾ ഇന്നലെ പഠിച്ച കാര്യമാണ്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് സെൽ എന്ന് പറഞ്ഞാൽ ഈ സെല്ല് അല്ലെങ്കിൽ ബാറ്ററിയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് കെമിക്കൽ സബ്സ്റ്റൻസ് ഉപയോഗിച്ചാണ്, ഇലക്ട്രോലൈറ്റും ഇലക്ട്രോഡും ഉപയോഗിച്ചാണ്. സോ ഇവയെല്ലാം മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ആ കെമിക്കൽസ് മൂലം ഈ ബാറ്ററിക്കും സെല്ലിനും ഒക്കെ ഒരു ഇൻബിൽഡ് റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ ഇൻബിൽഡ് റെസിസ്റ്റൻസിനെയാണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുക. സ്മോൾ r ഉപയോഗിച്ചാണ് അവനെ ഡിനോട്ട് ചെയ്യുക കേട്ടോ. അടുത്ത വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് അഫക്ട് ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് മക്കളെ? നിങ്ങൾക്ക് അറിയണം. നേച്ചർ ഓഫ് ഇലക്ട്രോഡ്, നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഇലക്ട്രോഡ്, ടെമ്പറേച്ചർ. ഈ ഫാക്ടേഴ്സൊക്കെയാണ് അതിനെ അഫക്റ്റ് ചെയ്യുന്നത്. കൃത്യമായി തന്നെ പഠിച്ചു വെക്കണം. പരീക്ഷകളിൽ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. അടുത്തലോട്ട് പറഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. J = σE എന്ന് പറയുന്നത് ഏത് ലോയുടെ വെക്റ്റർ നൊട്ടേഷനാണ്? J = σE എന്ന് പറയുന്ന ഏത് ലോയുടെ വെക്റ്റർ നൊട്ടേഷനാണ് മക്കളെ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട, നമ്മൾ ഇന്നലെ പഠിച്ചു മനസ്സിലാക്കിയ ഒരു ലോ ആണ്. J = σE എന്ന് പറയുന്നത് ഓംസ് ലോയുടെ വെക്റ്റർ നൊട്ടേഷനാണ്. യെസ്, ഇറ്റ് ഈസ് ഓംസ് ലോ. ഓംസ് ലോയുടെ വെക്റ്റർ നൊട്ടേഷനാണ് J = σE എന്ന് പറയുന്നത്. നിങ്ങൾ പഠിക്കേണ്ടതാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. റൈറ്റ്. അടുത്തത് കഴിയാറായി കേട്ടോ. കിർച്ചോഫിൻ്റെ റൂൾ കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കിയെടുത്ത കാര്യമാണ്. അതിനകത്ത് നിങ്ങൾ പറയണം, ഫസ്റ്റ് റൂള് എന്തിൻ്റെ കൺസർവേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞു വച്ചാൽ നമുക്കറിയാം, അതാണ് ജംഗ്ഷൻ റൂൾ എന്ന് പറയുക. അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, കറണ്ട് റൂൾ എന്ന് കൂടി വിളിക്കാം. ഓക്കെ, അതെന്തിൻ്റെ കൺസർവേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ദിസ് ഈസ് ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് ചാർജിൻ്റെ കൺസർവേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. സെക്കൻഡ് റൂളിനെ വിളിക്കുന്ന പേര് നമുക്കറിയാം ലൂപ്പ് റൂൾ എന്നാണ്. എന്താണ് ലൂപ്പ് റൂൾ?
അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, വോൾട്ടേജ് റൂൾ എന്ന് കൂടി വിളിക്കാം. അത് എന്തിൻ്റെ കൺസർവേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ദിസ് ഈസ് ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് എനർജി. അത് എനർജിയുടെ കൺസർവേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അഥവാ ജംഗ്ഷൻ റൂള് ചാർജിൻ്റെ കൺസർവേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ലൂപ്പ് റൂള് അല്ലെങ്കിൽ വോൾട്ടേജ് റൂള് എനർജിയുടെ കൺസർവേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പരീക്ഷയിൽ 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ചോദിക്കാറുണ്ട്. മനസ്സിരുത്തി പഠിക്കുക. ലാസ്റ്റ് വൺ, നമുക്കെല്ലാവർക്കും അറിയാം, ഈ ചാപ്റ്ററിൽ മറ്റേത് ചോദ്യമില്ലെങ്കിലും 100% ഉറപ്പുള്ള ചോദ്യമാണ് വീസ്റ്റം ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇതില്ലാത്ത ചോദ്യ പേപ്പർ ഇല്ല. നിങ്ങളുടെ ഓണപ്പരീക്ഷയിൽ 100% ടീച്ചർ ഈ പറയുന്ന ക്വസ്റ്റ്യനുള്ള ചോദ്യ പേപ്പർ ഇടത്തുള്ളൂ, അല്ലാതെ ഇടില്ല. 100%. ട്രസ്റ്റ് മീ ഗൈസ്, 100% ഇത് ഉറപ്പാണ്. ദാറ്റ്സ് ഇറ്റ്. ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം ഇന്നലെ പറഞ്ഞതുകൊണ്ടാണ്. ഇത്രയും ചോദ്യങ്ങൾ ഗംഭീരമായി തന്നെ പഠിക്കുക. ഇതിനപ്പുറം എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നലത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്തു. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഇനി അടുത്തത് ഏത് തരം കോണ്ടന്റ് വീഡിയോ ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ന കാര്യം ഉറപ്പായും താഴെ കമൻറ്റ് ചെയ്യുക. അതുമായിട്ടാണ് ഞാൻ വരുന്നതായിരിക്കും. സോ ഗൈസ്, ലവ് യു ആൾ, ടേക്ക് കെയർ. ഗംഭീരമായിട്ട് പഠിക്കുക. ഓണപ്പരീക്ഷ നമുക്ക് തകർക്കാം. അടുത്ത ലൈവിൽ കണ്ടുമുട്ടാം. ബൈ.